അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ ഗംഭീരമായിട്ടുള്ള സപ്പോർട്ടായിരുന്നു നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ഒരുപാട് നന്ദി. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ആ ഒരു വീഡിയോയുടെ തുടർച്ചയാണ്. കാരണം അതൊരു ചുരിദാർ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്, കട്ടിങ്, സ്റ്റിച്ചിങ് എല്ലാം നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതൊരു ബ്ലൗസാണ്. ബ്ലൗസ് എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്നും വർക്ക് ചെയ്യുന്നതും അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം, അതിപ്പോൾ ഒരു ഷെയർ ആണെങ്കിലും ഒരു ലൈക്ക് ആണെങ്കിലും ഒരു കമൻ്റ് ആണെങ്കിലും അല്ല വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാതാണെങ്കിലും അത് നിങ്ങൾ തരുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. എങ്ങനെയാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, ഹാൻഡ് വർക്ക് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെയാണ് കാണിക്കുന്നത്. എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ വെൽക്കം ടു I2 വേൾഡ്. ഹായ്. അപ്പോൾ ഇത്തവണ നമ്മളൊരു ബ്ലൗസാണ് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ തവണ നമ്മളൊരു ചുരിദാറാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നിങ്ങൾ മാർക്ക് ചെയ്യുന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ പോയി ഹാൻഡ് വർക്കുകാരൻ മാർക്ക് ചെയ്യുന്നത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി നമ്മൾ ഇവിടുന്ന് മാർക്ക് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ അവർ ഏതാണോ ഡിസൈൻ വേണ്ടത് അത് ട്രേസ് ചെയ്തെടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ വരച്ചു കൊടുത്തില്ല എങ്കിൽ മൊത്തം പണി പാളും. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ടാണ് നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. അപ്പോൾ ആ ഒരു വരയുന്നതും കൂടിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ബ്ലൗസാണ്. നമ്മൾ ഹാൻഡൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നെക്കാണ്, ബാക്ക് നെക്കാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മുസ്ലിം ബ്രൈഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാക്ക് നെക്കൊക്കെ വളരെ കുറവാണ്. ഒരു 3ഒക്കെയാണ് വരുന്നുള്ളൂ. സാധാരണ 7ഉം 8ഉം ഒക്കെ വരുന്നുള്ളതാണ്. ഒരു മുസ്ലിം ബ്രൈഡായ കാരണം അവർ ബാക്കൊന്നും അത്ര എടുക്കാറില്ല. അതുകൊണ്ടൊരു 3 മാത്രമാണ് വരുന്നത്. ഇതാണ് നമ്മൾ ടോട്ടൽ വരച്ച ലുക്ക്. അപ്പോൾ നമ്മൾ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഡിസൈനിങ്ങിലോട്ട് വിടുക എന്നുള്ളതാണ്. ഹാൻഡ് വർക്ക് സെക്ഷനിലോട്ട് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമുക്ക് ഡിസൈൻ ചെയ്തത് ജിഹാവുലും ഷഹീറുമാണ്. ഇത്തവണ നമുക്ക് ഡിസൈൻ ചെയ്യുന്നത് അഷ്റഫാണ്. അപ്പോൾ അഷ്റഫിൻ്റെ ഡിസൈനിങ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് 3 പേരാണ് ഉള്ളത് കേട്ടോ. ഇവർ 3 പേരാണുള്ളത്. അപ്പോൾ അത് 3ാമത്തെ ആളാണ് നമുക്കിപ്പോൾ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഓരോരുത്തരുടെ പ്രകടനം നിങ്ങൾക്ക് കാണണമല്ലോ. അത് കാരണം ഞാൻ ഇത്തവണ അഷ്റഫിനോട് ചെയ്യാൻ പറഞ്ഞിട്ട് അവനാണ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ ആലിയ കട്ട് ചുരിദാർ നിങ്ങൾ കണ്ടല്ലോ. അത് ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യം അത് ട്രൈ ചെയ്ത് നമ്മൾ ഏതാണോ ഡിസൈൻ വേണ്ടത് അത് വെച്ചിട്ട് വരയ്ക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു ബ്ലൗസിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു ഡിസൈൻ നമ്മൾ മുൻകൂട്ടി ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു ബ്ലൗസിൽ തന്നെ ഒരുപാട് സെൽഫ് ഡിസൈനിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം. അപ്പോൾ കസ്റ്റമർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഹെവി ആക്കരുത്, ഒരു മിനിമം ഹെവി എന്നുള്ള ലെവൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് അവിടെ ഇരുന്നിട്ട് ഓരോ പോർഷനും ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. എന്നാൽ അത് ഓവറാവാനും പാടില്ല. ഇപ്പോൾ അഷ്റഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സെൽഫ് ഡിസൈനുള്ള ബ്ലൗസാണല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം വർക്കിൻ്റെ എല്ലാം ബോർഡർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലാണ് നമുക്ക് ഇന്നർ എങ്ങനെ വേണമെന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബോർഡർ എല്ലാം ഹൈലൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവൻ എല്ലാ ബോർഡറും ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് നമ്മൾ ഔട്ടർ ഭാഗം നിർത്തി വെച്ചിട്ട് ഇന്നർ ഭാഗത്ത് ഒരു സിഗ്സാഗ് പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് കടന്നത്. അപ്പോൾ ചെയ്തു നോക്കുമ്പോൾ ഓക്കെ കൊള്ളാം എന്ന് തോന്നി. അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്തു.
അപ്പം നമ്മൾ ഔട്ടറൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇന്നർ ഭാഗം കംപ്ലീറ്റ് ചെയ്യാനാണ് ഇനി അടുത്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് നടുക്ക് നമ്മളൊരു ചെറിയ സിഗ്സാഗാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വലിയൊരു സിഗ്സാഗ് പോലെ ചെയ്ത് അതിലൊരു ലീഫ് കൊടുക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ഭാഗത്തും. അപ്പോൾ ഒരുപാട് ഫില്ലാവും ചെയ്തില്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ല എന്ന രീതിയിലോട്ട് പോകും. അപ്പോൾ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമ്മളൊരു മീഡിയം സൈസ് പേൾ വെച്ചിട്ട് ഷുഗർ ബീഡ് കൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ വർക്കാണ് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്കും ഈ ഒരു സെയിം വർക്കാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ ഒരു ചെറിയ പേൾ വെച്ച് ഷുഗർ ബീഡ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ അടുത്ത സിഗ്സാഗിൻ്റെ മേലെ ചെയ്യും. എന്നിട്ട് സെയിം വലിയൊരു സിഗ്സാഗ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ലീഫ് പോലെ ചെയ്യും. ഇതാണ് നമ്മൾ വീണ്ടും ചെയ്യുന്നത്. നമ്മൾ ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ കട്ട് ബീഡ്സുമാണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കളറ് കോപ്പർ കളറാണ്. ഈ ഒരു സാരി കോപ്പർ ജെറിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പർ ആണ് ചെയ്യുന്നത്. കട്ട് ബീഡ്സ് ആണെങ്കിലും ഷുഗർ ബീഡ്സ് ആണെങ്കിലും കോപ്പർ ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ് നമ്മൾ ആലിയ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആൻറ്റിക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻറ്റിക് കളറാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കോപ്പർ ആയതുകൊണ്ട് നമ്മൾ കോപ്പർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കൈയുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണൊരു ഫൈനൽ ലുക്ക് വരുന്നത്. ലാസ്റ്റ് വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇനി നിങ്ങൾ കണ്ടിട്ട് പറയുക എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം. ഇനി അടുത്ത് നമ്മൾ നെക്കാണ് ഇനി ഡിസൈൻ ചെയ്യേണ്ടത്. ഇപ്പോൾ 2 ഹാൻഡ് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് നെക്ക് എന്നിട്ട് ഫ്രണ്ടിൻ്റെ ഒരു ഭാഗം കൂടി ചെയ്യാനുണ്ട്. നെക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓൾറെഡി ഹാൻഡ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തില്ല, ലൈനിട്ട് ഹൈലൈറ്റ് ചെയ്ത പോലെ തന്നെ സെയിം 2 മെറ്റീരിയൽ വെച്ചിട്ടും, അതായത് ഷുഗർ ബീഡ്സ് വെച്ചിട്ടും കട്ട് ബീഡ്സ് വെച്ചിട്ടും ഓരോ ലൈനിട്ട് കൊടുത്തിട്ട് ഉള്ളിൽ നമ്മൾ മീഡിയം സൈസ് പേൾ വെച്ചിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് നമുക്കൊന്നും ആദ്യം വരച്ചു കൊടുക്കാൻ പറ്റാത്ത കാരണം ഞാനവിടെ ഇരുന്ന് കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ബാക്കി കണ്ടിട്ട് പറയുക എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു കൊടുത്തതും ചെയ്തു വന്നപ്പോൾ എങ്ങനെ ഭംഗിയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെ നമ്മൾ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അഷ്റഫ് ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. കാരണം നമ്മൾ പറഞ്ഞു കൊടുത്തത് അതുപോലെ വന്നിട്ടുണ്ട്, കാണാനും ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനി നമ്മൾ നൂലൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിങ്ങിലോട്ട് കയറുകയാണ്. ചേച്ചി ഓൾറെഡി ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മെറ്റീരിയൽ കിട്ടിയപ്പോൾ വേഗം തന്നെ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ കട്ടിങ് പെട്ടെന്ന് കഴിഞ്ഞു, കാരണം ലൈനിങ് കട്ട് ചെയ്ത് വെച്ച കാരണം ബാക്കിയുള്ളത് കട്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്.
ലൈനിങ് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കാരണം ഇനിയിപ്പോൾ ഇത് മാർക്ക് ചെയ്യാനൊന്നുമില്ല, അത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്യേ വേണ്ടുള്ളൂ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ബ്ലൗസോ ചുരിദാറോ എന്തും ആവട്ടെ ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ ഷോപ്പിൻ്റെ പേര് ഇഷ ബുട്ടിക്ക് എന്നാണ്, ചങ്ങരംകുളമാണ് ഷോപ്പുള്ളത്. എൻ്റെ നമ്പർ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ അബായകളും ചെയ്യുന്നുണ്ട്. ഇതല്ല അബായ എന്നാണ് നമ്മൾ അബായ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അബായ ആണെങ്കിലും നമ്മളെ ബ്ലൗസാണോ ചുരിദാറാണോ എന്താണെങ്കിലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നമ്മളത് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്താണ് നമുക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു കോള് വന്നത്. അഞ്ജന എന്നാണ് പേര് പറഞ്ഞത്. പുള്ളിക്കാരി കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ അതിലേക്കിട്ട് ഡിസൈൻ ചെയ്ത വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ബ്ലൗസ് ഡിസൈനെ കുറിച്ചിട്ടാണ് പുള്ളിക്കാരി ചോദിച്ചത്. റേറ്റിനെ കുറിച്ചും ഡിസൈനെ കുറിച്ചൊക്കെ പുള്ളിക്കാരി ചോദിച്ചു. ഞാൻ കുറേ പിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതല്ല ഈ അടുത്ത പ്രദേശത്തൊക്കെയാണ്, ചങ്ങരംകുളം നിയർ പ്ലേസ് ഒക്കെ ആണെങ്കിൽ ഷോപ്പിലേക്ക് വരിക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. സപ്പോർട്ടാണ് നമ്മളെ എനർജി. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ.